ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ജാൻമണി ദാസ്. 41 ദിവസങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന ശേഷമാണ് ജാൻമണി പുറത്തു പോകുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജാൻമണി വീടിനോട് വിട പറഞ്ഞത്. മറ്റുള്ളവരൊക്കെ വളരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വീട്ടിലെ ഭൂരിഭാഗം ആൾക്കാരുമായിട്ടും വളരെ അടുത്ത സൗഹൃദം ജാൻമണിക്കുണ്ടായിരുന്നു. ജിൻഡോ, അൻസിബ, ഋഷി തുടങ്ങിയവരെല്ലാം അവർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. ദയവായി എന്നെ തിരിച്ചയക്കൂ, എനിക്ക് അവർക്കൊപ്പം ഇരിക്കാനാണ് ആഗ്രഹമെന്ന് മോഹൻലാലിൻ്റെ അടുത്തെത്തിയ ജാൻമണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇതൊരു ഗെയിമാണ്, ഏറ്റവും നന്നായി കളിച്ച മത്സരാർത്ഥി തന്നെയാണ് നിങ്ങൾ. പക്ഷേ പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗെയിം പോകുന്നത്. അങ്ങനെ ഒരു ഗെയിമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ ജാൻമണിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാലും ജാൻമണി കരച്ചിൽ തുടർന്നു. പവർ ടീമിലേക്ക് തനിക്ക് പകരം ശ്രീരേഖയാണ് ജാൻമണി തെരഞ്ഞെടുത്തത്. ജാൻമണി പുറത്തേക്ക് പോയപ്പോൾ ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ വിഷമിച്ച ആൾ ജിൻഡോയാണ്. പൊട്ടിക്കരയുന്ന ജിൻഡോയെ എല്ലാ പ്രേക്ഷകരും വളരെ വിഷമത്തോടെയാണ് കണ്ടിരുന്നത്. ജാൻമണിയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ജിൻഡോ. വീട്ടിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ജാൻമണി ജിൻഡോയ്ക്കൊപ്പമാണ് നിന്നിരുന്നത്. നോറയും റസ്മിനുമായി ഉണ്ടായ പ്രശ്നമാണ് ജാൻമണിയുടെ ആ ഒരു സ്വീകാര്യത കുറയാൻ കാരണമായത്. പലപ്പോഴും പരിധി വിട്ടൊക്കെ ജാൻമണി ഇവരോട് സംസാരിക്കുകയുണ്ടായിരുന്നു. തേർഡ് ക്ലാസ് ഡ്രാമയാണ് കളിക്കുന്നതെന്ന് നോറയോട് പറഞ്ഞതും അവർക്ക് വിനയായി. ദേഷ്യം വരുമ്പോൾ പരിധി വിട്ട് സംസാരിച്ചതാണ് ജാൻമണിയെ പ്രേക്ഷകർ കൈയൊഴിയാൻ കാരണമായതെന്നാണ് തോന്നുന്നത്. ഒരിക്കൽ നോറയ്ക്ക് നേരെ കൈയോങ്ങുകയും ഭീഷണി മുഴക്കുകയും നോറയുടെ ജീവിതം നശിപ്പിക്കുകയൊക്കെ ചെയ്യുമെന്ന് ജാൻമണി പറഞ്ഞിരുന്നു. പെരുമാറ്റത്തിൽ വന്ന തെറ്റുകളാണ് ജാൻമണിക്ക് ശരിക്കും വിനയായത്. അല്ലാത്ത പക്ഷം മികച്ചൊരു ഗെയിമറായിരുന്നു ജാൻമണി. ടാസ്കുകളിലൊക്കെ മികച്ച പ്രകടനം ജാൻമണി കാഴ്ചവെച്ചിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.